പരങ്ങിലും പണിയുകയും ചോദിച്ചു. രചനാ സംവിധാനം ആരണിയിലും വസ്ത്രാലങ്കാരം ജോഷി, ശബ്ദലേഖനം പശ്ചാത്തല സംഗീതം ഫാരൻ, ലെസ്ലി, ഏഗ്ലൻ, കെവിൻ മിസിൽ. അരങ്ങിൽ ആരോഗ്യം ഏഞ്ചൽ ഇസബെല, സിസ്റ്റർ റാണി സിൻഡാഡി ഗബ്ര, സിസ്റ്റർ മേരി ദിയ മറിയം ആന്റണി, നരേഷ് ബാബു ജാക്സൺ സിറ്റി, സുബു യുവാൻ ആന്റണി, ആരോഗ്യയുടെ അച്ഛൻ സ്റ്റാലിൻ റോഡ്രിഗ്സ്, ഡർമു നെവിൻ മറിയം. ആ സമയത്ത് ഒരു ഗ്രഹം അവിടെ ഒരു കോൺവെന്റ് നടത്തുന്ന കുറച്ച് സിസ്റ്റേഴ്സ്, അവരെ സ്നേഹിക്കുന്ന കുറച്ച് പാവപ്പെട്ട മനുഷ്യർ. അവർ ജോലി ചെയ്യുന്നത് നരേഷ് യോഗിയ എന്നവർ സിസ്റ്റർക്കാണ്. അയാളുടെ ദൈവമാണ് അവരുടെ ബുദ്ധി. ഞങ്ങൾ സ്നേഹദർശനം അവതരിപ്പിക്കും നാടകം ആരോഗ്യം. വളരെ നന്നായിട്ടുണ്ട്. എന്താ നിർത്തിയത്? ഒന്നുകൂടി കളിക്ക്, ഞാനൊന്ന് കാണട്ടെ. നരേഷ് ഭയ്യ, രാത്രിയാകാറായി. അവൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞ ഏത് പാദയാത്രയാണെങ്കിലും ഇവരുടെ നൃത്തം ചെയ്തിരിക്കണം. ഭയ്യ, ക്ഷമിക്കണം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമയമായിരിക്കുന്നു. വിനോദമില്ലെങ്കിൽ താങ്കൾക്കും പങ്കുചേരാം. എത്ര നാൾ നിങ്ങൾ അവളെ സംരക്ഷിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. മോട്ടെ സിസ്റ്റർ. അമ്മയ്ക്ക് എന്റെ മനസ്സിൽ പറയാത്തത് കൊണ്ടാണ്. നമ്മുടെ ആരോഗ്യ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് ആശവൻ. അയാളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത കുഞ്ഞിനെ അയാൾക്ക് കല്യാണം കഴിക്കണം പോലും. അമ്മയ്ക്കറിയാലോ, ഇവിടെയുള്ള ഒരു കുട്ടിയെയും അയാൾ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമാണ് അവരുടെ വിദ്യാഭ്യാസം. ആരോഗ്യ പഠിക്കാൻ പിടിക്കാനെന്നപ്പോൾ ഞാനാണ് നരേഷ് ഭായി കണ്ട് അവളെ പഠിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അന്ന് അയാൾ അതിനെ സംബന്ധിച്ചത് ഈ ദുഷ്ടരാക്ക് വെച്ചിട്ടായിരുന്നു. അതെ, അത് പറയാൻ വന്നപ്പോഴാണ് നമ്മുടെ അനുപമതായുടെ പാട്ട് കേട്ടത്. എന്തു ഭംഗിയാണ് അവളുടെ നൃത്തത്തിന്. എത്രയോ വേദനയിലെത്തേണ്ട കുട്ടിയാണ് അവൾ. എനിക്ക് ഉറപ്പാണ് അവൾക്ക് എല്ലാത്തിനും ഏവണ്ണായിരിക്കും. അവളെ എനിക്ക് ഇനിയും പഠിപ്പിക്കണം. വിശപ്പിന്റെ, ദാരിദ്ര്യത്തിന്റെ, അടിമത്തത്തിന്റെ വേദന അറിയുന്നതിന്റെ ആരോഗ്യം. നാളെ ഒരു ഉന്നത സ്ഥാനത്തെത്തിയാൽ എനിക്ക് ഉറപ്പാണ് അവൾ ആയിരങ്ങൾക്ക് ആശ്രയമാകും. കർത്താവിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന സാക്ഷിയായിരിക്കും. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാമയിലേക്ക് പോകാം. എന്റെ മോനെ, എന്ത് പറ്റി? മോനെ വന്നോ? മാപ്പ് എന്നോട് പറഞ്ഞോ? എന്താ പറ്റിയത്? നിന്റെ അപ്പ എതിർത്തില്ലേ? എന്റെ അപ്പ പാവമാണ്.
മോള് വിഷമിക്കാതെ. സ്വപ്നമെല്ലാമെന്ന് പറയാതിരുന്ന എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്റെ റാണിദേവിയാണ്. ഞങ്ങളെ പോലുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും അറിയില്ല ദേവി. എന്റെ മോള് വിഷമിക്കല്ലേ. മോള് കരയണ്ട, അകത്തേക്ക് ചെല്ല്. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്താണ് വിളിച്ചത്? നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ ആരും കാണാതെ ആരോഗ്യ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണം. അവിടെ നിന്ന് സുരിദാസർ അവിടെ കൊണ്ടേക്കോളൂ. അയ്യോ, ഇല്ല, ഞാനാണ് പറയുന്നത്. നിനക്കൊന്നും സംഭവിക്കില്ല. നീ അത് കൊണ്ടുപോയതൊന്നും ആരും അറിയില്ല. ആരും നിങ്ങളെ അന്വേഷിച്ചു വരില്ല. നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ അവരെ ഇവിടെ പിടിച്ചു നിർത്തും. നീ എനിക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യക്ക് വേണ്ടി ഇത് ചെയ്യില്ലേ? ഞാൻ പോകാം, ഞാൻ പോകാം. നീ ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് 2 ഫോൺ കോൾ കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ സുഹൃത്തോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കും. അവിടെ സുനിത സിസ്റ്റർ ഉണ്ടാകും. ബാക്കി എല്ലാ സിസ്റ്ററും നോക്കിക്കോളും. ഈശോ മോടെ അരികെ പഠിച്ച് നല്ല പിടിക്കാവും കേട്ടോ. വേഗം പോയിക്കോ. ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്. ഞാൻ നരേഷ് ഭായിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. അല്ലെങ്കിൽ പോലീസ് വരുന്നത് വരെ ഞാൻ അയാൾ ഇവിടെ പിടിച്ചു നിർത്തും. വേണ്ടമ്മേ, അയാൾ പിടിച്ചു തകർത്ത് കയറാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അമ്മ അകത്ത് ഞങ്ങൾക്ക് വേണ്ടി നെഞ്ചുകൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. വിളിക്കണോ തന്റെ മോളെ? എന്റെ മോള് അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അവൾ എന്റെ കൂടെ ജീവിച്ചാൽ മതി, അതിനപ്പുറം ഒന്നുമില്ല. നരേഷ് ഭായ്, നിങ്ങൾക്കാണ് വെറുതെ വിട്ടുകൂടി. നാളെ നരേഷ് ഭായ് പോലും അവളായിരിക്കും അറിയപ്പെടുക. അവളെ പഠിപ്പിച്ച മഹാനായ മനുഷ്യൻ. ദീദിയുടെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൾ എന്റെ ഭാര്യയായി എന്റെ കാൽ കീഴിൽ കിടക്കുന്നതാണ് എനിക്ക് അതിലേറെ ഇഷ്ടം. ഞങ്ങൾക്ക് സമയമില്ല, വേഗം വാനത്തോട്ടത്തെ പുറത്തേക്കു. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അവളെ കൊണ്ടുപോകരുതേ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ വാതിലിനെ ചവിട്ടി കൊടുക്കുക. ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ദൈവത്തിനകത്ത് നിങ്ങൾ ഇവിടുന്ന് പോകൂ. സ്ത്രീയെ, നിങ്ങളുടെ കുപ്പായത്തോടുള്ള മര്യാദയാണ് ഞാൻ ഇതുവരെ തന്നത്. ഇനി ഞാൻ അത് നോക്കില്ല. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? നരേഷ് ഭായ്, ഞാൻ നിങ്ങളെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, അവളെ വെറുതെ വിടണം. കാരണം വലിച്ച് മാറ്റണം. നരേഷ്മയ്യ, നീതി ഒന്നും ചെയ്യല്ലേ, നീതി ഒന്നും ചെയ്യല്ലേ. നിനക്ക് മരിക്കണ്ട എന്നുണ്ടെങ്കിൽ മാറി നിൽക്ക്. എന്റെ ക്ഷമ നശിച്ചു തുടങ്ങി. ഇനി ഞാൻ നാളേക്ക് കാക്കുന്നില്ല. ഇന്ന് തന്നെ ഞാൻ അവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളൊരു മനുഷ്യനാണോ? സ്വന്തം മകളെക്കാൾ ഇളയ ഒരു കുട്ടി, അവളെ മകളെ പോലെ കാണാതെ അവളെ കാമപ്പിടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഒരു മൃഗമായി കൂടി കാണാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവ് ഒരിക്കൽ ചാട്ടയെടുത്തിട്ടുണ്ട്, അറിയാമോ? എന്നെ ചാട്ടാൻ മേടിക്കുമെന്നോ?
എന്റെ ഈശോയെ, റാണിദേവി, അയ്യോ ആരോടെയാണ് സുഖം ആരോഗ്യ ആരോഗ്യ ആ സിസ്റ്റർ കൊണ്ടുപോയി. ആരോഗ്യ രക്ഷപ്പെട്ടു. ആരോഗ്യ രക്ഷപ്പെട്ടു. എനിക്കത് മതി. എന്റെ ഈശോയെ, എന്റെ ആരോഗ്യ അവളെ പോലെ വേദനിക്കുന്ന എല്ലാ മക്കളെയും അമ്മേ ആരോഗ്യ അവള് രക്ഷപ്പെട്ടമ്മേ. അമ്മേ ഞാൻ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണമ്മേ. അവിടെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ആരോഗ്യക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ ഈശോയെ കാൽവരി കുന്നിന്മേൽ എന്മേൽ കാച്ചിന്തി നീ കുഞ്ഞാടെ നിന്നെ ഞാൻ കാണുന്നപ്പായേ. ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പീഡനങ്ങൾ സഹിച്ചും ജീവൻ ബലി കൊടുത്തും മിഷൻ പ്രവർത്തനം നടത്തുന്ന എല്ലാ മിഷണറികളായ വൈദികർക്കും സിസ്റ്റേഴ്സിനും സമർപ്പിക്കുന്നു. ഈശോയുടെ വാക്കുകൾ ഇവിടെ മുഴുകിക്കേൾക്കുന്നു. ഞാൻ നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു.